13 സീറ്റല്ല, അതിൽ കൂടുതൽ ഒന്നോ രണ്ടോ കൂടുതൽ ലഭിക്കണമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ അതിന്റെ ചർച്ച വന്നു, ആവശ്യപ്പെടും. പക്ഷെ നമുക്ക് ലഭിക്കണോ ഇല്ലോ എന്ന് നമുക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും ആവശ്യം. അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഞാൻ മത്സരിക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പാർട്ടിയെല്ലാം തീരുമാനിക്കട്ടെ. ഇന്ന് ഞങ്ങൾ ചോദിച്ചു, ഓരോ ജില്ലാ പ്രസിഡന്റുമാരോട് ചോദിച്ചു, ഏത് സീറ്റാണ് ഓരോ ജില്ലയിൽ വേണ്ടത്. ചില ജില്ലകളിൽ വേണ്ട എന്ന് പറഞ്ഞു, കാരണം വിജയസാധ്യത കുറവായിരിക്കും. മറ്റു ജില്ലകളിൽ വേണം. മറ്റു ജില്ലകളിൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആണ് ഇപ്പൊ വിജയിച്ചിരിക്കുന്നത്. ആ സീറ്റ് ഞങ്ങൾക്ക് തന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പാലക്കാട് വളരെ ശക്തമായിട്ട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത്, ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു, ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ജയിച്ചേനെ. ഇഞ്ചി കുശലൻ ഇഞ്ചി പോയോ? അവിടെയുണ്ട്. അതെ, ഏതായിരിക്കും മനസ്സിലായി? അല്ല, അത് സ്വീകാര്യതയുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. സ്വീകാര്യത നമ്മൾ ചുമ്മാ വെറുതെ ഒരു ഹൈപ്പുണ്ടാക്കുകയല്ലോ. ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളല്ല, ഇതിന്റെ ഇരട്ടി കാര്യങ്ങൾ. ഞങ്ങൾ ഇതൊക്കെ ഇടപെടുമ്പോഴും വെറുതെ ഒരു വിഷയം പറഞ്ഞിട്ട് ഞങ്ങൾ പോവല്ലോ. ആ വിഷയത്തിന്റെ പുറകെ നിന്ന് അതിനൊരു പരിഹാരം കാണുന്നത് വരെയല്ലേ. അല്ലാതെ ഒരു സമരം നടത്തി പോവുകയാണോ ചെയ്തത്? എവിടെയെങ്കിലും റബ്ബറിന്റെ ഒരു സമരം നടത്തി പോവുകയാണോ ചെയ്തത്? കടൽക്കരത്തെ സമരം നടത്തി പോവാണ്. അതിന് പരിഹാര മാർഗം കൂടിയാണ് ചെയ്തിരിക്കുന്നത്. എന്തോ തദ്ദേശ സ്വയംഭരണ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനത് തുറന്നു പറയുകയല്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ പെർഫോമൻസ് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട്. അത് LDFും പുറകോട്ട് പോയിട്ടുണ്ട്, അത് ശരിയല്ലേ. പക്ഷെ ഇപ്പോഴും ജില്ലാ പഞ്ചായത്ത് എടുക്കുമ്പോൾ 7-7 നിൽക്കുന്നത്. 7 ജില്ല അപ്പുറത്തും 7 ജില്ല ഇപ്പുറത്താണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോട്ടയം ഇപ്പൊ ഏറ്റവും അവസാനം സംസാരിക്കാൻ പോകുന്നത് പാലായെ പറ്റിയാണ്. പാലായിൽ ഞാൻ മുഴുവൻ പറഞ്ഞില്ല. പാലാ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം 44 ഗ്രാമപഞ്ചായത്തിലാണ് ഞങ്ങൾ ജയിച്ചത്. ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറയുമ്പോഴും ആന്റി ഇൻകമൻസി സ്വാഭാവികമായിട്ട് കുറച്ച് വരും. 47 സീറ്റ് ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. ജില്ലാ പഞ്ചായത്തില് കോട്ടയം ജില്ലയില് ഞങ്ങൾ 5 കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചത് 4 അതിൽ ഒരെണ്ണം അത് ഇലക്ഷൻ കേസിലേക്ക് പോയിരിക്കുക. ഒരെണ്ണം 130 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതെ, കാഞ്ഞിരപ്പള്ളി ഇവിടെ ഇരിക്കുന്നത്. അത് കൗണ്ട് ചെയ്ത തെറ്റുണ്ടായിരുന്നു. അതുമാത്രമല്ല, പാലായിൽ കഴിഞ്ഞ പ്രാവശ്യം പാലാ മേഖലയുള്ള നിയമസഭാ മണ്ഡലത്തിൽ 3 ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ ജയിച്ചത്. എന്ന് പറഞ്ഞ കയറി ഇറങ്ങുന്ന ആ ബ്ലോക്കിൽ 3 ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ഇത്ര പുറകോട്ട് പോയി. ഇത് ഇപ്പോൾ കടുത്തുരുത്തി പറയും, ഞങ്ങൾ 2128 പാലാ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടിന് മുന്നിലാണ്. കടുത്തുരുത്തിയിൽ പറഞ്ഞു, കടുത്തുരുത്തി ജില്ലാ പഞ്ചായത്തുകൾ പരാജയപ്പെട്ടു. പക്ഷെ ഗ്രാമപഞ്ചായത്തുകൾ എടുത്തു നോക്കുമ്പോൾ 3300 വോട്ട് ഞങ്ങൾ പുറകോട്ടാ. പക്ഷെ ഒരു പഞ്ചായത്തിൽ, മാഞ്ഞൂർ പഞ്ചായത്ത്, ഞങ്ങൾ 3000 വോട്ട് പുറകോട്ട് പോയി. ബാക്കി പോയത് 1-2 സ്ഥലത്ത് പോയതാ. അപ്പൊ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എവിടെയാ? മാഞ്ഞൂർ പഞ്ചായത്തിൽ. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതെ, പാർലമെന്റ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ മെച്ചപ്പെട്ടിരിക്കുകയാണ്. അത് ഈ സീറ്റിന്റെ ചർച്ച കൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് വേണം. അത് കൊടുത്തു, അത് കൊടുത്തു. മത്സരിക്കുമെന്ന് പറഞ്ഞ ഏതായാലും കൂടെ അതങ്ങോട്ട് കൂടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.